ഹലോ, A4 മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. മേരി ക്യൂറി എന്ന പേരിൽ നിന്ന് ഐ എടുത്തു മാറ്റിയാൽ ഒരു എസ് ചേർത്താൽ മേരി ക്യൂറസ് എന്നാകും. അപ്പോൾ അതിനർത്ഥം മേരി സുഖപ്പെടുത്തുന്നു എന്നായി. ക്യാൻസർ എന്ന മഹാരോഗത്തിനുള്ള ചികിത്സാ രീതിയായ റേഡിയോതെറാപ്പിയുടെ ഉത്ഭവം മേരിയിൽ നിന്നാണ്. അങ്ങനെ നോക്കിയാൽ മേരി എന്ന പേര് രോഗശാന്തിയുടെ പര്യായമായി പറയുന്നതിലും തെറ്റില്ല. 1 ഗ്രാം റേഡിയത്തിന് ലക്ഷങ്ങൾ വിലയുണ്ടായിരുന്ന കാലത്തും അത് വേർതിരിക്കുന്ന വിദ്യ വിറ്റ് കാശാക്കാതെ മേരി അത് ലോക നന്മയ്ക്കായി വിട്ടുകൊടുത്തു. വ്യക്തിക്ക് ലഭിക്കുന്ന കോടികളല്ല, സമൂഹത്തിനുണ്ടാകുന്ന നന്മയാണ് ഏതൊരു കണ്ടെത്തലിൻ്റെയും ആത്യന്തിക ലക്ഷ്യം എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. മേരി ക്യൂറി എന്ന മഹത് വനിതയുടെ ജീവചരിത്രമാണ് ഇന്നത്തെ വീഡിയോ. 1903 വേനൽക്കാലം പാരീസിൽ ഒരു അത്താഴ വിരുന്ന് നടക്കുകയാണ്. വളരെ കുറച്ചു പേരേയുള്ളൂ വിരുന്നിന്, എല്ലാം അന്നത്തെ പേര് കേട്ട ശാസ്ത്രജ്ഞർ. അത്താഴം കഴിഞ്ഞ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. സംഘത്തിലെ ഒരു വനിതയും ഭർത്താവും തങ്ങൾ കണ്ടെത്തിയ അത്ഭുത വസ്തു ഇപ്പോൾ പ്രദർശിപ്പിക്കും. എല്ലാവരും കാത്തിരുന്നു. ഒടുവിൽ ആ നിമിഷമെത്തി. ഒരു ടെസ്റ്റ് ട്യൂബ് ശ്രദ്ധയോടെ ഉയർത്തിപ്പിടിച്ച് ആ ദമ്പതികൾ എഴുന്നേറ്റ് നിന്നു. ടെസ്റ്റ് ട്യൂബിലെ ദ്രാവകം ഇരുട്ടിൽ വെട്ടിത്തിളങ്ങുന്നു. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു മൂലകമാണ് തങ്ങൾ കണ്ടെത്തിയതെന്ന് അവരിൽ പലരും അറിഞ്ഞില്ല. ശാസ്ത്രത്തിൻ്റെയും ചികിത്സയുടെയും ചരിത്രത്തിൽ വെട്ടിത്തിളങ്ങുന്ന അധ്യായമായി മാറിയ ഒരു മൂലകത്തിൻ്റെ പേരാണ് റേഡിയം. ക്യാൻസർ ചികിത്സയിൽ റേഡിയം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. റേഡിയത്തിനോടൊപ്പം അത് കണ്ടെത്തിയ വനിതയും ലോകത്തിന് വെളിച്ചമേകി. ശാസ്ത്രജ്ഞ എന്ന നിലയിൽ മാത്രമല്ല, ഒരു മഹത് വനിത എന്ന നിലയിലും ലോകം മേരി ക്യൂറിയെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. മേരി ക്യൂറിക്ക് ആദ്യം ഊർജ്ജതന്ത്രത്തിനും പിന്നീട് രസതന്ത്രത്തിനും നോബൽ സമ്മാനം ലഭിച്ചു. 2 തവണ നോബൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തിയാണ് അവർ. ആരോരും അറിയാത്ത നാണം കുടുങ്ങിയായ മേരി എന്ന പോളണ്ടുകാരി കുട്ടി എങ്ങനെ ലോകമറിയുന്ന മേരി ക്യൂറിയായി? ആ കഥ വളരെ വിചിത്രമാണ്. മരിയ സ്കോഡോവസ്ക, ഇതാണ് മേരി ക്യൂറിയുടെ യഥാർത്ഥ പേര്. ജനനം 1867 നവംബർ 7 പോളണ്ടിൻ്റെ തലസ്ഥാനമായ വാഴ്സോയിൽ. അധ്യാപകരായ അച്ഛൻ്റെയും അമ്മയുടെയും 5 മക്കളിൽ ഇളയവളായ മേരിയെ എല്ലാവരും സ്നേഹത്തോടെ മന്യ എന്ന് വിളിച്ചു. മുകളിൽ വീടും താഴെ സ്കൂളുമായിരുന്ന ഒരു 3 നില കെട്ടിടമായിരുന്നു മേരിയുടെ വീട്. പിതാവ് വ്ളാഡിസ്ലോ ഒരു ഹൈസ്കൂളിൽ ഫിസിക്സും മാത്സും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം വീട്ടിൽ പരീക്ഷണശാലയൊരുക്കി സ്വന്തമായി പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ശാസ്ത്ര സാഹിത്യ വിഷയങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വലിയ ഉത്സാഹമായിരുന്നു പിതാവിന്. അമ്മ ബ്രോണിസ്ലോവ വീടിൻ്റെ താഴത്തെ നിലയിൽ പെൺകുട്ടികൾക്കായി സ്കൂൾ നടത്തി വന്നു. സോഫിയ, ബ്രോണിയ, ഹേല എന്നീ ചേച്ചിമാർക്കും ജോസഫ് എന്ന ചേട്ടനുമൊപ്പം കുഞ്ഞുമേരി സന്തോഷത്തോടെ വളർന്നു. ആ സന്തോഷം അധികനാൾ നിന്നില്ല. മേരിയുടെ ചേച്ചിമാരായ സോഫിക്കും ബ്രോണിയയ്ക്കും ടൈഫസ് എന്ന രോഗം പിടിപെട്ടു. ബ്രോണിയ സുഖപ്പെട്ടെങ്കിലും സോഫിയ 1876 അന്തരിച്ചു. മേരിയുടെ ജീവിതത്തിലെ ആദ്യത്തെ കനത്ത നഷ്ടമായിരുന്നു അത്. 2 വർഷം കഴിഞ്ഞപ്പോൾ മേരിയുടെ അമ്മയും മരണത്തിന് കീഴടങ്ങി. 10 വയസ്സിനുള്ളിൽ 2 ദുരിതങ്ങൾ. അമ്മയുടെയും മൂത്ത ചേച്ചിയുടെയും വേർപാട് മേരിയെയും സഹോദരങ്ങളെയും തകർത്തു കളഞ്ഞു. വേദനകൾ മറക്കാൻ മേരി പഠനത്തിൽ എല്ലാ ശ്രദ്ധയും അർപ്പിച്ചു. സ്കൂളിൽ അവൾ ഒരു അസാധാരണ വിദ്യാർത്ഥിനിയായിരുന്നു. കട്ടിയായ പാഠഭാഗങ്ങൾ പോലും മേരി എളുപ്പത്തിൽ പഠിച്ച് മനഃപാഠമാക്കി. മേരിയുടെ ജീവിതത്തിൽ പിതാവ് വലിയ സ്വാധീനമായി. പല വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ അദ്ദേഹം മകൾക്ക് സ്ഥിരമായി വായിച്ചു കൊടുക്കുമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും മക്കളെ പഠന മുറിയിൽ വിളിച്ചിരുത്തി സ്വന്തം നാട്ടിൻ്റെ ചരിത്രവും സംസ്കാരവുമൊക്കെ ആ അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. 1883 മേരി ഗോൾഡ് മെഡലോടെ സെക്കൻഡറി സ്കൂൾ പഠനം പൂർത്തിയാക്കി. മേരിയുടെ ചേച്ചി ബ്രോണിയയും സഹോദരൻ ജോസഫും ഗോൾഡ് മെഡൽ നേടിയിരുന്നു. തുടർന്ന് പഠിക്കാനായിരുന്നു മൂവരുടെയും ആഗ്രഹം. അക്കാലത്ത് ഓസ്ട്രിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സർവകലാശാലയിൽ മേരി പഠനത്തിന് പ്രവേശിച്ചു.
ഈ സർവകലാശാലയിൽ പെൺകുട്ടികൾക്ക് ശാസ്ത്രം പഠിക്കാൻ അനുവാദമില്ല. വേണമെങ്കിൽ പാചക ക്ലാസ്സിൽ പ്രവേശനം തരാം. ഇതായിരുന്നു അവരുടെ മറുപടി. പക്ഷേ മേരിക്ക് പഠിക്കേണ്ടത് ശാസ്ത്രമായിരുന്നു, ശാസ്ത്രം മാത്രം. അറിവ് സ്വയം നേടിയാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അങ്ങനെ അതിൻ്റെ ഗുണം സമൂഹത്തിന് ലഭിക്കുകയും വേണം. ഈ വരികൾ മേരി എവിടെയും പ്രസംഗിക്കുകയോ എഴുതി വയ്ക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ അതിമഹത്തായ ആ ആശയത്തിന് അവർ സ്വന്തം ജീവിതം കൊണ്ട് അടിവരയിട്ടു. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഗുരുനാഥ കൂടിയായിരുന്ന മേരി ഉപരിപഠനത്തിനുള്ള പണം സമ്പാദിക്കാനാണ് മേരിയും ബ്രോണിയയും വാഴ്സോയിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയത്. അക്കാലത്ത് തന്നെ പോളണ്ടിലെ ദേശസ്നേഹികളായ കുറേ ചെറുപ്പക്കാർ ചേർന്നുണ്ടാക്കിയ ഫ്ലോട്ടിംഗ് യൂണിവേഴ്സിറ്റിയിൽ മേരി പഠിക്കുകയും ചെയ്തു. പോളണ്ടിലെ കുട്ടികൾക്ക് റഷ്യൻ ഭരണാധികാരികൾ നിഷേധിച്ച അറിവ് പകർന്നു കൊടുക്കാനായിരുന്നു ഫ്ലോട്ടിംഗ് യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യം. ജന്മനാടിനെ ഏറെ സ്നേഹിച്ച മേരിയും സഹോദരിയും ജർമ്മനിയിലോ റഷ്യയിലോ ഉപരിപഠനം നടത്താൻ ഒരുക്കമായിരുന്നില്ല. കാരണം തങ്ങളുടെ രാജ്യത്തെ കീഴടക്കിയവരായിരുന്നു അവിടുത്തെ ഭരണാധികാരികൾ. ഫ്രാൻസിലെ പാരീസിൽ പഠിക്കാനായിരുന്നു അവരുടെ തീരുമാനം. പഠിക്കാനുള്ള തൻ്റെ ആഗ്രഹം അടക്കി വെച്ച് ചേച്ചിയെ ഉപരിപഠനത്തിനായി പാരീസിലേക്ക് അയക്കാൻ മേരി തീരുമാനിച്ചു. ബ്രോണിയയ്ക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ചേച്ചിയുടെ സഹായത്തോടെ തനിക്കും പാരീസിൽ പോയി പഠിക്കാം. അതായിരുന്നു മേരിയുടെ പ്ലാൻ. ഇതിനായി നടത്തിയ കഠിനാധ്വാനം 1885 ലക്ഷ്യത്തിലെത്തി. ബ്രോണിയയ്ക്ക് പാരീസിൽ ഡോക്ടർ പഠനത്തിന് ചേരാൻ വേണ്ടത്ര പണം ആ സഹോദരിമാർ ഇരുവരും ചേർന്ന് സമ്പാദിച്ചു. അങ്ങനെ ബ്രോണിയ പാരീസിലേക്ക് യാത്രയായി. അങ്ങനെ പഠനമെന്ന മഹാപര്യ മേരി ക്യൂറി എന്ന മഹത് വനിതയുടെ വാക്കുകളാണ്. ശാസ്ത്രത്തിന് അപാരമായ സൗന്ദര്യമുണ്ട്. ശാസ്ത്രത്തെ സംബന്ധിച്ച് എന്ത് കാര്യവും ചെയ്യേണ്ടത് അതിൽ നിന്നും നമുക്കെന്ത് കിട്ടുന്നു എന്ന് നോക്കിയാവരുത്. ഇത് അവരുടെ വാക്കുകളാണ്. രസതന്ത്രജ്ഞരുടെയും ഭൗതിക ശാസ്ത്രജ്ഞരുടെയും ആദ്യത്തെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക വനിതയായിരുന്നു മേരി ക്യൂറി. അവരുടെ അധ്വാനം 2 ബിരുദങ്ങൾ നേടി, ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കി. അതുകൊണ്ടൊന്നും മേരിക്ക് മതിയായില്ല വിദ്യാഭ്യാസം. ഡോക്ടറേറ്റ് നേടുക എന്നതായിരുന്നു മേരിയുടെ അടുത്ത ലക്ഷ്യം. റേഡിയോ ആക്ടിവിറ്റിയുടെ തോതളക്കാനുള്ള ഉപകരണവും മേരി വികസിപ്പിച്ചെടുത്തിരുന്നു. ഈ കണ്ടുപിടുത്തം ഭൗതിക ശാസ്ത്രത്തിന് വിലപ്പെട്ട സംഭാവനയായി മാറി. റേഡിയം ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് മേരി ക്യൂറി എഴുതിയ കുറിപ്പുകൾ ഡയറികളിലായിരുന്നു. മേരി ഉപയോഗിച്ച ഡയറികളിൽ നിന്ന് ഇന്നും ശക്തിയേറിയ റേഡിയോ ആക്റ്റീവ് കിരണങ്ങൾ പുറത്തു വരുന്നുണ്ടത്രേ. ആദ്യമായി നോബൽ സമ്മാനം കിട്ടിയ പണം കൊണ്ട് മേരി എന്ത് ചെയ്തെന്ന് അറിയാമോ? വീടിന് ഒരു കുളിമുറി നിർമ്മിച്ചു. അത്ര തന്നെ. ബാക്കി പണം മുഴുവൻ പോളിഷ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകാനും ശാസ്ത്ര സംഘടനകൾക്ക് സംഭാവന നൽകാനുമാണ് അവർ ചെലവിട്ടത്. ജീവിതത്തിൽ ഭയപ്പെടാനായി ഒന്നുമില്ല, മനസ്സിലാക്കാൻ മാത്രമാണുള്ളത് എന്ന് ലോകത്തെ പഠിപ്പിച്ച ആ മഹാപ്രതിഭ ലോകത്തിന് നൽകിയ അപൂർവ സംഭാവനകളുടെ പേരിൽ എന്നും അനുസ്മരിക്കപ്പെടുന്നു. കാരണം ആ നേട്ടങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ വിലയാണ്. 1911 മേരിക്ക് കെമിസ്ട്രിയിൽ നോബൽ സമ്മാനം ലഭിച്ചു. 1902 റേഡിയം വേർതിരിച്ച് ജനനന്മയ്ക്കായി ഈ ലോകത്തിന് സമ്മാനിച്ച മേരി ക്യൂറി 1934 ജൂലൈ 4 ഈ ലോകത്തോട് യാത്ര പറഞ്ഞു.